World Campus Connect, May 2nd, Kannur, Hotel Sky Pearl, May 3rd, Kozhikode Hysan Heritage. ഭൂരിപക്ഷത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് പറയുന്നൊരു കാര്യം കഴിഞ്ഞ പ്രാവശ്യത്തിലും അല്പം മോളിപ്പോവും. കൊച്ചി മണ്ഡലം LDF സ്ഥാനാർത്ഥി KJ മാക്സി ആണ് നമുക്കൊപ്പം ചേരുന്നത്. നാളെ റിസൾട്ട് വരികയാണ്. എങ്ങനെയാണ് പ്രതീക്ഷകൾ? റിസൾട്ടിൽ യാതൊരു സംശയമില്ല. കാരണം കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം LDF ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ, മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ, ജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, മറ്റെല്ലാ മേഖലയിലും എല്ലാവരും ഒരേപോലെ കാണുന്നൊരു സംവിധാനമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരിക്കൽ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജയിച്ചതിന് ശേഷം കൊച്ചിയിലെ MLA ആയിട്ട് പ്രവർത്തിക്കുന്നു. അപ്പം അങ്ങനത്തെ ഒരു ജനങ്ങളുമായിട്ടുള്ള ഇടപെടലുകളും വികസന കാര്യങ്ങൾ, ഒരുപാട് ഫണ്ട് ഈ കൊച്ചി മണ്ഡലത്തിൽ ചിലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടാണ് ഞങ്ങൾക്ക് ഈ ചെല്ലാനത്തെ പദ്ധതിക്ക് പൈസ ഫണ്ട് തന്നത്. വാട്ടർ മെട്രോൻ്റെ ടെർമിനലിൽ റോഡുകളുടെ വികസനങ്ങൾ, മറ്റ് ആശുപത്രികളുടെ വികസനങ്ങൾ, അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മേഖലയിലും നന്നായിട്ട് ഇടപെട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ജയനത്തിൽ യാതൊരു സംശയമില്ല. ഭൂരിപക്ഷം പ്രെഡിക്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നുണ്ടോ? ഭൂരിപക്ഷത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് പറയുന്നൊരു കാര്യം കഴിഞ്ഞ പ്രാവശ്യത്തിലും അല്പം മോളിപ്പോവും. ഇവിടെ DCC പ്രസിഡൻ്റാണ് എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. അപ്പോൾ അദ്ദേഹം ഒരു വലിയ മത്സരം കാഴ്ചവെച്ചു, വിജയിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം വന്നപ്പോൾ തന്നെ ഇവിടെ കുഴപ്പമായിരുന്നു. അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി എന്ന നിലക്ക്, ഞങ്ങളിപ്പോൾ LDFൻ്റെ ഞാൻ സ്ഥാനാർത്ഥിയാണ്, ഞങ്ങളുടെ പ്രവർത്തകർ, LDFൻ്റെ പ്രവർത്തകർ, ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളും മണ്ഡലത്തിൻ്റെ കാര്യങ്ങളും വികസന കാര്യങ്ങളും മാത്രമാണ് ജനങ്ങളെ അവതരിപ്പിച്ച് മുന്നോട്ട് പോയത്. മറ്റു കാര്യങ്ങൾ ഞങ്ങൾക്കൊന്നും പറയാനില്ല. പക്ഷെ ഇദ്ദേഹം ഇവിടെ വന്നിട്ട് വലിയ കുഴപ്പങ്ങളായിരുന്നു. എല്ലാ മേഖലയിലും പ്രശ്നങ്ങളുണ്ടാക്കുന്ന പലരും കൊണ്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു ബഹളമുണ്ടാക്കി പോകുന്നൊരു സ്ഥിതിയായിരുന്നു. ഒരു തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ, ജനാധിപത്യ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നമ്മൾ എങ്ങനെയാണ് സ്ഥാനാർത്ഥികൾ പ്രവർത്തിക്കേണ്ടത്, ആ രീതിയിലൊന്നും അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രോബാക്കായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. അതൊക്കെ താങ്കൾക്ക് അനുകൂലമായ ഒരു വോട്ടായി മാറും? തീർച്ചയായിട്ടും മാറും. കാരണം അതേപോലെയാണ് നമ്മൾ ഈ മണ്ഡലത്തിൽ ജനങ്ങളുമായിട്ട് ഞങ്ങൾക്കുള്ള ബന്ധം അതാണ്. അത് ചെറിയ ബന്ധമല്ലത്. അത് ജനങ്ങളോട് ചോദിച്ചറിയാൻ പറ്റും. ആ രീതിയിൽ ഞങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഗവൺമെൻറ്റും വരും എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. കാരണം ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് LDF ഗവൺമെൻറ് ഒരു 80 സീറ്റ് അടുത്തേക്ക് കുടിക്കുമെന്നുള്ളത് കൂടി ഞങ്ങൾക്കറിയാം. അപ്പോൾ അതാണ് ശ്രീ KJ മാക്സി പറഞ്ഞു വെക്കുന്നത്. 80 സീറ്റ് നേടി LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും. ഇവിടെ കൊച്ചി മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയം നേടും എന്നാണ് KJ മാക്സി നമ്മളോട് പറഞ്ഞത്. കൊച്ചിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് റിജോ വൈരാജുവിനൊപ്പം റിപ്പോർട്ടർ റാംഷാ CP, റിപ്പോർട്ടർ, കൊച്ചി.